20 ദിവസമായി നമ്മുടെ രാജ്യത്തൊരു കാര്യം നടക്കുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ രാജ്യത്തെ LOP, അതായത് പ്രതിപക്ഷ നേതാവ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ കാണാനില്ല. 20 ദിവസമായി അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. 20 ദിവസമായി രാഹുൽ ഗാന്ധി എവിടെയാണ് എന്നുള്ള ചോദ്യം പ്രതിപക്ഷം പോലും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഏതോ വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇനി അദ്ദേഹത്തെ പ്രതിപക്ഷം എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതും ആർക്കും അറിയില്ല. എന്തായാലും രാഹുൽ ഗാന്ധി ലോഞ്ച്ഡ് ഛത്രകൂൺ കി ഗൂഞ്ച് ഓൺ June 17. Since then, Prayagraj postponed, Patna postponed, questions over his public schedule continue. അതായത് രാഹുൽ ഗാന്ധി ചില റാലികളൊക്കെ നമ്മുടെ രാജ്യത്ത് ഷെഡ്യൂൾ ചെയ്തിരുന്നു. ഇതെല്ലാം പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അയോധ്യ രാമക്ഷേത്രത്തിന്റെ വിഷയം നടക്കുന്നു, രാഹുൽ ഗാന്ധിയെ കാണാനില്ല. കോക്രോച്ച് പാർട്ടിയുടെ വലിയ പ്രതിഷേധം നടക്കുന്നു, രാഹുൽ ഗാന്ധിയെ കാണാനില്ല. രാഹുൽ ഗാന്ധി എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം ആർക്കും അറിയില്ല. ഇപ്പോൾ തായ്ലാൻഡിലോ പട്ടായയിലോ രാഹുൽ ഗാന്ധി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമില്ല. അല്ലെങ്കിൽ വിയറ്റ്നാമിലോ ബാങ്കോക്ക് തെരുവുകളിലോ രാഹുൽ ഗാന്ധി ഉണ്ടോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ രാഹുൽ ഗാന്ധി അന്തി ഉറങ്ങുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ പോയാലും കൃത്യമായി മോദി ഓരോ മിനിറ്റിൽ എന്ത് ചെയ്യുന്നു എന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവർ എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും ദിസ് ഈസിന്റ് അബൌട്ട് എനിവൺസ് റൈറ്റ് ടു ട്രാവൽ, ഇറ്റ്സ് അബൌട്ട് ട്രാൻസ്പെറൻസി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നതല്ല. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധിപ്പിക്കണം എന്നുള്ളതിന് പുറമെ നമ്മൾ തന്നെ പറയുകയാണ് അദ്ദേഹം സഞ്ചരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു ട്രാൻസ്പെറൻസി വേണമല്ലോ. അദ്ദേഹം എവിടെയാണ് പോകുന്നത്, നാളെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഉത്തരം പറയുമെന്നുള്ളതാണ്. ദ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ്. വെൻ ദ ഫേസ് ഓഫ് എ നാഷണൽ ക്യാമ്പയിൻ ഈസ് ആബ്സെന്റ് ഫ്രം ദ പബ്ലിക് ക്യാമ്പയിൻ ട്രയൽ ഫോർ വീക്സ്, സിറ്റിസൺസ് ഹാവ് എവറി റൈറ്റ് ടു ആസ്ക്. അതായത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സംവിധാനമാണ്, ഒരു ഓഫീസാണ്. ഇവിടെ ഇദ്ദേഹം ഒരു നാഷണൽ വൈഡ് ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം മുങ്ങി നടക്കുന്നത് പബ്ലിക്കിന് ചോദ്യം ചെയ്യാൻ അധികാരമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പല ആൾക്കാരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. രാഹുൽ ഗാന്ധിയെ കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിനെ അറിയിക്കുകയോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയോ ചെയ്യുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.